നന്ദി യേശുവേ സ്തുതി. എൻ്റെ പേര് അലീന. ഞാൻ കൈനഗിരിയിൽ നിന്ന് വരുന്നതാണ്. ഞാനിവിടെ വന്നത് 2022. എൻ്റെ എല്ലാ കാര്യങ്ങളിലും IMSമ്മയുടെ ഒരു കൃപയുണ്ട്. കാരണം ഞാൻ കുഞ്ഞിലോട്ട് പഠിക്കുമ്പോൾ തൊട്ട് ഈ നിമിഷം വരെ ഞാൻ എന്തും IMSമ്മയോട് ചോദിച്ചിട്ടാണ് എടുക്കാറും അത് കണക്ക് പ്രാർത്ഥിക്കാറും ഉണ്ടായിരുന്നു. ഞാൻ 2022 ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ പഠിത്തം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പുറത്തേക്ക് വിദേശത്ത് പഠിക്കാൻ പോകണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അമ്മയ്ക്ക് പറ്റുവാണെങ്കിൽ എനിക്കൊന്ന് നടത്തി തരണം, അമ്മയുടെ ഹിതം എന്താണോ അത് നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 2022 കഴിഞ്ഞു. 2023 എനിക്ക് അതുവരെ ഒരു ജോലി സെറ്റാകാതെ ഞാനിവിടെ ഭയങ്കരമായിട്ട് വിഷമിച്ച് വന്നപ്പം പ്രശാന്തച്ചൻ പറഞ്ഞു എൻ്റെ അടുത്ത് നിത്യാരാധന വന്നിരിക്കും. അപ്പം ശരിയാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നിത്യാരാധന വന്നിരുന്ന് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ എനിക്കൊരു ജോലി സെറ്റായി. സോഫ്റ്റ്വെയർ ടെസ്റ്ററായിട്ട് ഞാനൊരു കമ്പനിയിൽ കയറി. അവിടെ 4 മാസത്തെ ട്രെയിനിങ്ങും കഴിഞ്ഞ് എനിക്ക് കൃത്യം 11 മാസത്തെ എക്സ്പീരിയൻസ് ആയപ്പോഴാണ് കമ്പനിക്ക് ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നമുണ്ട്, ചിലപ്പോൾ നിങ്ങളെ കുറച്ച് പേരെ മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ 2ആയിട്ട് കമ്പനി മാറുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു എന്തെടുക്കും മമ്മി എന്നിങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു സാരമില്ല, എന്തായാലും നീ തിരിച്ചു വരുന്നെങ്കിൽ വാ, അല്ലെങ്കിൽ അവിടെ അപ്പോഴും വർക്കുണ്ട് എനിക്ക് ഫ്രീലാൻസ് ആയിട്ട്, അപ്പം അതായിട്ടൊക്കെ നോക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞു. 2024 ഇവിടെ പറയപ്പള്ളിയിലോട്ട് തീർത്ഥാടനത്തിൽ ഞാൻ ചെരുപ്പില്ലാതെ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവ് എനിക്ക് UK പഠിക്കാൻ പോകണം, എന്താണെന്ന് വെച്ചാൽ അങ്ങയുടെ ഹിതം എനിക്ക് മനസ്സിലാക്കി തരണം, എൻ്റെ എല്ലാ രീതിയിലും എനിക്ക് നടത്തി തരണം എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ നടന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ബാങ്കിൽ ലോൺ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടില്ലെന്ന് പറഞ്ഞു. കൈനേരി ആയതുകൊണ്ട് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഭയങ്കരമായിട്ട് വിഷമിച്ചായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടുകാർ പറഞ്ഞു ശരി ഞങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് നമുക്ക് പോവാം, കുറച്ച് പൈസയെങ്കിൽ കുറച്ച് പൈസ അങ്ങനെ മുടക്കി നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം വിറ്റ് പെറുക്കി ഞങ്ങൾ ആപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം ശരിയായി. ഞാൻ അത് കഴിഞ്ഞപ്പോൾ ക്യാഷ് കിട്ടാനായിട്ട് കുറച്ച് വിഷമിച്ചായിരുന്നു. ക്യാഷ് കിട്ടാനെന്ന് പറഞ്ഞാൽ ഇവിടെ കൺവെൻഷൻ നടന്ന ആ സമയത്താണ്, അതുവരെ എനിക്ക് ക്യാഷ് കിട്ടിയില്ലായിരുന്നു. കുറച്ച് ക്യാഷ് കിട്ടാനായിട്ട് എല്ലാവർക്കും 2 ആഴ്ചയൊക്കെ പിടിക്കുമായിരുന്നു. എനിക്ക് കൃത്യം 1 ആഴ്ച പോലും തികഞ്ഞില്ല. അതിനു മുമ്പ് ഞാൻ ഇവിടെ നിന്നപ്പോഴാണ് IMSയുടെ നടയെ വെച്ചാണ് എനിക്ക് ക്യാഷ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ തപസ് കൂട്ടിയിട്ട് പോകാം. എനിക്ക് കഴിഞ്ഞ ശനിയാഴ്ച എനിക്ക് വിസയുടെ സക്സസ് മെസ്സേജ് വന്നു. ഈ വെള്ളിയാഴ്ച ഞാൻ പഠിക്കാനായിട്ട് UK പോവാം. 1000 നന്ദി മാതാവിന്. അതണക്ക് തന്നെ ഞാൻ ഇവിടെ കൺവെൻഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് എൻ്റെ ചേച്ചിയുടെ കൊച്ചുണ്ട്. എൻ്റെ ചേച്ചിയുടെ കൊച്ചിനെ ഞങ്ങളിവിടെയാണ് എപ്പോഴും, ഇവൻ്റെ കുഞ്ഞിനോട്ട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളായി. ഇവന് എപ്പോഴും കരച്ചിലായിരുന്നു. എപ്പോഴും കരച്ചിൽ. ഞങ്ങൾ രാത്രി 11 മണിക്കൊക്കെ ഈ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ വണ്ടാനത്ത് പോവും. അത് കണക്ക് തന്നെ സഹൃദയെ പോവും, സാഗരയെ പോവും, ഇങ്ങനെ മാറി പോകുമായിരുന്നു. കാരണം ഇവൻ ഉറങ്ങത്തില്ല, ഭയങ്കര കരച്ചിൽ. അതുവരെ കുഴപ്പമില്ല, രാത്രിയാകുമ്പോൾ ഭയങ്കര കരച്ചിലും ബഹളവും. അങ്ങനെ ഞങ്ങൾ എപ്പോഴും പറയാം IMSമ്മയുടെ അടുത്ത് വന്ന് ഞങ്ങളെപ്പോഴും വണ്ടാനത്ത് നിന്ന് നേരെ IMSC വന്ന് ആശുപത്രി കൊണ്ടുപോകും, അവിടുന്ന് IMSC വരും. അങ്ങനെ വന്ന് അങ്ങനെയായിരുന്നു. ഇപ്പം നല്ല കൊച്ചായിട്ട് ഇരിക്കുന്നു. അന്ന് ക്യാഷ് കിട്ടിയ അന്ന് ഞാൻ ഭയങ്കരമായിട്ട് അത്യാവശ്യം ഒന്ന് സന്തോഷിച്ചായിരുന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി നന്ദിയൊക്കെ പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ ആഹാരം കഴിക്കാൻ പോയപ്പോഴത്തേക്ക് ഇവൻ മറിഞ്ഞ് വീണ് ഞങ്ങളുടെ അടുത്ത് നിൽക്കുമായിരുന്നു. മറിഞ്ഞ് വീണിട്ട് ഇവൻ്റെ മൂക്കിൽ നിന്ന് ചോര വന്ന്. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, ഞാൻ ഇവിടുന്ന് കരഞ്ഞോണ്ടാണ് പോയത്. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ എനിക്ക് ഈ ക്യാഷ് കിട്ടിയതിൻ്റെ സന്തോഷം തന്ന പുറകെ തന്നെ എനിക്കൊരു സങ്കടം കൂടെ തരുവാണോ എന്ന് വെച്ചു. പക്ഷേ ഞങ്ങൾ ആശുപത്രി ചെന്ന് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഇപ്പോഴും ആരോഗ്യവാനായിട്ട് ദൈവം തന്ന് ദൈവത്തിന് 1000 നന്ദി. ഈ മകൾ ഇപ്പം നമ്മളോട് പങ്കുവെച്ചത് ആ മകളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അവൾ ദൈവത്തെ ആശ്രയിച്ചപ്പോഴും പരിശുദ്ധ IMSമ്മയെ സമീപിച്ച് പ്രാർത്ഥിച്ചപ്പോഴും പിന്നെ തപസ് കൂടി പ്രാർത്ഥിച്ചതിൻ്റെയും ഫലമായിട്ട് അവിടെ ആവശ്യങ്ങളെല്ലാം ദൈവം സാധിച്ചു കൊടുത്തു. നമുക്കറിയാം, നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തെ ആശ്രയിക്കുമ്പോഴും ദൈവത്തെ വിളിക്കുമ്പോഴും ദൈവം അതിന് ഉത്തരം അരുളും. ജീവിതത്തിൻ്റെ ഏതെല്ലാം സാഹചര്യങ്ങളിലും, പ്രതികൂല സാഹചര്യങ്ങളിലും അനുകൂല സാഹചര്യങ്ങളിലും ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഈ മകൾക്ക് ഈ മകളുടെ വിശ്വാസം നമുക്ക് കാണുവാൻ സാധിക്കും. മകൾ എത്രയോ ആഴമായ വിശ്വാസത്തോടു കൂടിയാണ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ
അനുഗ്രഹം ലഭിച്ചത്. അതുപോലെ തന്നെ ഈ മകളുടെ IMSമ്മയോടുള്ള ഭക്തിയും വിശ്വാസവും ആ മകൾ പങ്കുവച്ചു. ഹോസ്പിറ്റലിൽ ചേച്ചിയുടെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചിവിടെ കൊണ്ടുവരികയും IMSയോടൊക്കെ വന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥനയുടെ ഫലം എന്നല്ലെങ്കിൽ നാളെ നമുക്ക് ലഭിക്കും. പലപ്പോഴും നമ്മൾ വിചാരിക്കും പ്രാർത്ഥിച്ചിട്ട് ഉടനെ ലഭിക്കുന്നു. പക്ഷേ നമ്മൾ അതിന് അനുഗ്രഹത്തിന് വേണ്ടി നമ്മളെപ്പോഴും വെയിറ്റ് ചെയ്യണം. നമ്മളെപ്പോഴും കാത്തിരിക്കുന്ന മനുഷ്യരായിട്ട് മാറണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരുള്ളൂ. ഇപ്പോൾ ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചു നാളെ ലഭിക്കുമോ എന്ന് പറയുന്ന പോലല്ല. അങ്ങനെയുള്ള ഒരു ചിന്താഗതി നമുക്ക് ഉണ്ടാകരുത്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരും എന്നുള്ള പൂർണ്ണ ബോധ്യവും വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അതിൻ്റേതായ സമയത്ത് ദൈവം നമുക്ക് നൽകും. ആ വചനമാണ് ഇന്നും നമ്മുടെ ഈ മകളുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിച്ചത്. അപ്പം ദൈവം ചൊരിഞ്ഞ ഈ കൃപകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.